എന്റെ ദൈവമേ, ജോലി ചെയ്ത് എന്റെ നടുവൊടിഞ്ഞ് ഇവിടെ ഒരു മനുഷ്യനുണ്ട്. എന്തുവാ ചെയ്യുന്നത് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഞാൻ വിളിച്ച എത്രയും കിടന്ന് പാടുപെട്ടോട്ട് ഒരു കാര്യത്തിന് പോലും. അയ്യോ, പറഞ്ഞപ്പോഴാ മോനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ മോനെ, നീ പാലക്കാട് എത്തിയോടാ? അമ്മേ, ഞാൻ പാലക്കാട് വന്നമ്മേ. അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഭയങ്കര ചൂടാ. പിന്നെ മോനെ, ഞാൻ ആ ബാഗിന്റെ അകത്ത് 3 പാരസെറ്റമോൾ എണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ 3 എടുത്ത് അങ്ങ് കഴിച്ചേക്കണം. ചൂടിന് നല്ലതാ കേട്ടോ. വെച്ച അമ്മ പോയേ പെറ്റ വയറാ. എനിക്കൊരു തള്ളയ്ക്ക് എന്നെ വിഷമം മനസ്സിലാവത്തുള്ളൂ. രമയൊന്ന് വിളിക്കട്ടെ. രമേ. എന്തുവാ ചേച്ചി? എടി, ഞാൻ ബ്ലൗസ് വാങ്ങിച്ചടി, കറുത്ത കളറ് ബ്ലൗസ് വാങ്ങിച്ചോ? കൈകൊട്ടി കളിക്കുള്ള ബ്ലൗസ് വാങ്ങിച്ച കറുത്ത കളറാ. ഓറഞ്ച് ഇല്ലേ? എടി, നമ്മൾ എത്ര പേരായിരുന്നു? നമ്മള് 15. എന്റെ പൊന്നെ, അണ്ണന് 5 കിലോ ഓറഞ്ച് കൊണ്ട് വീട്ടിൽ കൊണ്ടു വെച്ചിരിക്കുന്നു. മുല്ലപ്പൂ മേടിച്ചോ? 30 അടി നീളത്തില്. 30 അടി നീളോ? 3 മുഴം മതി. അയ്യോ, അതിപ്പോ എന്താ ഒരു കാര്യം പറയട്ടെ. ഈ കുറച്ച് നമ്മുടെ ആവശ്യത്തിട്ട് ബാക്കി എന്റെ ദേഹത്തോട് അങ്ങ് ചുറ്റാൻ മതി. വേണ്ട, അപ്പൊ ഞങ്ങൾക്ക് മേളിൽ പോന്നി. അത് അറിഞ്ഞപ്പോ കുശുമ്പ. അതിന്റെ ആവശ്യമില്ല. പിന്നെ എടി, ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ നമ്മുടെ ഈ കൈകൊട്ടി കളിക്ക് ഞാന് 3 സ്റ്റെപ്പ് മുൻപോട്ട് വന്നിട്ട് 2 സ്റ്റെപ്പ് പുറകോട്ട് പോവല്ലോടി. ഇച്ചേ കളിക്കുന്നതേ തെറ്റാ. എടി, ഞാനൊരു കാര്യം പറയട്ടെ. 2 സ്റ്റെപ്പ് ഞാൻ അങ്ങോട്ട് വന്നു, എന്നിട്ട് 3 സ്റ്റെപ്പ് പുറകോട്ട് പോവല്ലയോ എന്ന്. ഇച്ച എപ്പോഴും പുറകോട്ടാണല്ലോ. ഞാനത് കളിച്ചു കാണിച്ചാലേ നിനക്ക് മനസ്സിലാവും. അണ്ണാ, ഇങ്ങോട്ട് വന്നി. എന്തുവാടി? ഇങ്ങോട്ട് പറഞ്ഞേ. എടി, ഞാനിപ്പോ ഒന്ന് കളിച്ചു കാണിക്കാമേ കേട്ടോ. എവിടെ മൊബൈൽ ശരിക്കും തന്തന താന തന്ത തന്തന താന തന്നാരെ തനക്ക് താന തന്നാരെ. ഞാന് ആദ്യം 3 സ്റ്റെപ്പ് മുൻപോട്ട് വന്നിട്ട് തിരിഞ്ഞു വന്ന് രമയുടെ കയ്യിൽ ഒന്ന് അടിച്ച് രമണിയുടെ തോളെ ചെന്ന് കയറിയാ പോരെ. എന്തോ പറയാ, അവള് ചോദിക്കുന്നത് രമയുടെ തോളയിൽ എപ്പോഴാ കയറുന്നതെന്നാ ചോദിക്കുന്നേ. ഇപ്പൊ 2 അടി മുമ്പോട്ട് പോയി അടിച്ചിട്ടല്ലേ പുറകോട്ട് വന്ന് നിൽക്കുന്നേ. ഇപ്പൊ ഇവള് പുറകെ വന്ന് നിൽക്കുവാ. എന്താ പറയണം? വൈകിട്ട് വിളിക്കാം. ശരി. വൈകിട്ട് ഞാനാ വിളിക്കുന്നേ. ഉടനെ പോടുന്ന പറയിപ്പിക്കായിരുന്നു. ഞാൻ കാര്യം പറയാം. നീ ഇത് കണ്ടോ നമ്മുടെ അവസ്ഥ കണ്ടോ നീ? അന്നോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മള് അമേരിക്കയോട് വല്ലതും ചെയ്തോ? ഞാനും അതായി ചോദിക്കുന്നത്. ഇറാനോട് നമ്മൾ എന്തെങ്കിലും ചെയ്തോ? നമ്മൾ എന്തിനേലും പോവോടി. നിങ്ങൾ എന്തെങ്കിലും ചെയ്താന്നോ? ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാരും കേൾക്കണം. വെളി പറയാൻ കൊള്ളുവോ നടത്തില്ല. എന്നാലും ഞാനങ്ങ് പറയാം, ഈ വീട്ടിലാരും ഇതിനെ കക്കൂസി പോയിട്ടില്ല ഇന്ന് രാവിലെ. കാരണം എന്താ ചോദിച്ചാൽ, ഇറാനാണോ അമേരിക്ക നടത്തില്ല ഒരു മിസൈൽ കൊണ്ട് എന്റെ കക്കൂസ് തകർത്തോണ്ട്. എനിക്ക് ഈ വിഷയം അറിയണം. ഇത് ഇറാനോട് ഞാൻ എന്തോ ചെയ്തു? ഈ സുനിത എന്റെ പരിചയപ്പെടുത്താൻ ഇവിടെ കാണത്തില്ല. അമേരിക്കയോട് വല്ല നീ ചെയ്തോ? ഞാൻ എന്ത് ചെയ്തു? അണ്ണ എന്തെങ്കിലും തെറ്റ് നാട്ടുകാരോട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചെയ്തിട്ടുണ്ടോ? നീ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് രമണിയുടെ പിന്നെ അവിടെ നിന്ന് 2 ചക്ക ഇന്നലെ പറഞ്ഞു. പിന്നെ എന്റെ അണ്ണനെ കുറിച്ച് പറയുവാണെങ്കിൽ, അണ്ണൻ ഒരു തെറ്റും ഒരു മനുഷ്യരോടും ചെയ്തിട്ടില്ല ഇന്ന് അഴിയെ വരെ. പിന്നെ സജിയുടെ വീടിന്റെ പുറത്ത് കല്ലെടുത്തെറിയും. അത് ഞാൻ പറയുന്നത് കേട്ടോണ്ടാ. അതൊക്കെ എന്നാ? കല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. അണ്ണാ, നിങ്ങൾ ഇനി അമേരിക്കയിലെങ്ങാനും കല്ലെടുത്ത് വല്ലോ എറിഞ്ഞോ? ഇല്ല. പിന്നെ ഈ മിസൈൽ ഇവിടെ വരാൻ കാര്യം എന്തുവാ? എങ്ങനെ എന്നാ അമേരിക്കൊക്കെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞാ പുള്ളിക്ക് എന്താ ഭയങ്കര ട്രംപ് പണ്ണ കാര്യോ? ട്രംപ് പുള്ളിയെ വിളിക്കട്ടെ. പുള്ളിയെ വിളിക്കാം. അതിന് നമ്പറുണ്ടോ നിങ്ങളെ? ഇല്ല. എന്റെ ഇല്ല. എന്റെയിലും ഇല്ല. നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിട്ട് കാര്യം എപ്പോഴേ വിളിച്ചേക്കുമല്ലയോ? എന്നിട്ട് എന്താ വരാത്തത്? നമ്പർ വരട്ടെ. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. എവിടൊക്കെ ചാടണമെന്നറിയാമോ? ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ എവിടൊക്കെ ഓടിച്ചാടി. ഒരു മിനിറ്റ് മെമ്പർ കക്കൂസി പോയോ? ഞാൻ രാവിലെ പോയിട്ട് വന്നേല്ലോ. അതല്ലെന്ന് ഞങ്ങളെ കക്കൂസി പോയി കണ്ടോ? ഞാൻ ഇതാരിങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നത്? പണിഞ്ഞല്ല, പൊളിച്ചിട്ടേക്കുന്നത്. ആര് പൊളിച്ചിട്ടേക്കുന്നത്? അമേരിക്ക അല്ല ഇറാൻ. അത് നിങ്ങളെന്താ ഇങ്ങോട്ട് വിടുന്നതിനാ? എനിക്കറിയത്തില്ല. ഞാനും അതാ ചോദിക്കുന്നത്. നമ്മളെന്തോ ചെയ്തടി? ഞങ്ങൾ ചാക്കോ സാർ സംഭവം എന്താണെന്നറിയാവോ? ഇന്നലെ സ്കൂളിന്റെ മണിയുടെ ക്ലിപ്പം കുടിഞ്ഞു പോയായിരുന്നു. ഞാൻ കൊണ്ട് വലിയ കൊണ്ട് വന്നയാ. സാർ വിളിച്ചോണ്ടിരിക്കുക. ചാക്കോ സാറേ, പറഞ്ഞോ. ഞാനൊരു പ്രശ്നത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാ. എന്തോ ഒരു പീരീഡ് ആകാൻ പോകുന്നോ? അതിന് ആയിക്കോ, പറഞ്ഞാ പോരെ. അയ്യോടെ, ഞാൻ നോക്കട്ടെ, ഇപ്പൊ വരാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ സ്കൂൾ വരുന്നു, പോയിട്ട് വരട്ടെ. എന്തിനാ? ബെല്ലടി ശബ്ദം കേൾക്കാത്തോണ്ട് ബീന സാർ ക്ലാസ് മാറുന്നില്ലെന്ന്. അത് സ്പീക്കർ ഇട്ടാടി. ഒരു സെക്കൻഡ്, അതൊന്ന് സ്പീക്കർ ഇട്ടേന്ന്. ആ ബിൻസിനെ കൊണ്ട് കൊടുത്തേ. കൊടു ഒന്ന് പിടിച്ചേ. അടിച്ചോട്. നീ ക്ലാസ് മാറിയോ? മാറിയോ? മാറി. നിങ്ങളെ പ്രശ്നം എന്ന് പറഞ്ഞേ. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ
ഞാൻ അതങ്ങ് പറയാം. അരി ഇച്ചിരി കുറവായിരുന്നു, ഉള്ള കാര്യം പറയാം. പറ. ഞങ്ങൾ പിന്നെ കപ്പ വാങ്ങിച്ചോണ്ട് വന്ന് വേവിച്ചു. വേവിച്ച് ഞങ്ങൾ മീൻ കറിയും വെച്ച് വെച്ച് ഞങ്ങൾ രണ്ടുപേരും രാത്രി 12 മണി ആയപ്പോ അങ്ങ് കിടന്നുറങ്ങി. കിടന്നുറങ്ങിയ സമയത്ത് രാത്രി 12 മണി സമയത്ത് ഒരു ശബ്ദം കേട്ടു. അത് കപ്പയിലിരുന്നല്ല കഴിച്ചേ? അതല്ലെന്ന് വെളിയിൽ ഈ കക്കൂസിന്റെ ഭാഗത്ത് ഒരു ശബ്ദം വന്ന് കേട്ടു. വീണു. ഞങ്ങൾക്ക് അത് തുറന്ന് നോക്കിയപ്പം കാണുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് ഏത് ദിക്കിനായി വന്ന് വീണെന്ന് പറയാം. കിഴക്കെന്ന് പറയുമ്പോ കന്യാകുമാരിയുടെ അയൽരാജ്യം ഇറാൻ. ഇറാനാണോ? ഇറാൻ ആയിരിക്കും വിട്ടത്. ഇറാനിന്ന് വന്നാണോ? അതെങ്ങനെ മെമ്പർക്ക് മനസ്സിലായി? പിന്നെ ഞാൻ കുറെ നാളെ മദ്രാസിലായിരുന്നു. പിന്നെ മദ്രാസിൽ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ചെന്നൈ ആയിരുന്നു ഇപ്പോഴത്തെ മദ്രാസ്, അതുകൊണ്ട് എല്ലാം അറിയാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ കിടന്നത് നിങ്ങൾ അതാ പറഞ്ഞ പണിക്ക് എന്നാലും ഞാൻ മെമ്പർ, ഞാൻ അതല്ല ചോദിക്കുന്നത്. എന്താ ഞാൻ ഈ പറയുന്നത് എല്ലാം ചോദിച്ചാലേ, ഇത് കണ്ടോ മെമ്പർ എങ്ങനെയാ ജയിച്ചത്? 2 വോട്ടിന്. ആരെയൊക്കെയാ? സുഗതന്റെ സുനിതയുടെ. മനസ്സിലായി. ഇത് വേണ്ടത് ഞാൻ എന്തെങ്കിലും ചെയ്ത് തരണം. നിങ്ങളെ കാര്യം ചെയ്യും. പിന്നെ ട്രംപില്ലയോ അമേരിക്കയിലെ, ട്രംപിനൊരു ഇഎംഐ കൊണ്ട് EMI അയക്കാനോ? മെയിൽ അയക്കാനോ? കാര്യം പറയുന്ന അത്രയ്ക്കുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ. മെയിൽ അയക്കണമെങ്കിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും വേണം. അണ്ണാ, ശശിയണ്ണന്റെ മോക്ക് അറിയത്തില്ലയോ? മാളു. പിന്നെ അവള് മാളുവിനെ വിളിച്ചാ മതി. അവൾ UK ഇല്ലേ? UK പഠിക്കുന്നേ? UK അല്ല, മറ്റേ കൊച്ചു പിള്ളേർ പഠിക്കുന്ന ഒരു ക്ലാസ്. UKG പഠിക്കുന്ന നല്ല പോലെ ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല. കൊച്ചിന്റെ ഇംഗ്ലീഷ് പറഞ്ഞില്ലെന്ന് കേൾക്കണം. അതും ചെറിയ അക്ഷരം വലിയ അക്ഷരം ഒരുപോലെ. ആ നമ്പർ അങ്ങോട്ട് കൂടെ മാളും റബ്ബും കൂടെ സംസാരിക്കട്ടെ. പിന്നെ അപേക്ഷയുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞാട്ടോ. ഇതിന്റെ കാര്യം വേണ്ടേ? വേണം. ഞങ്ങൾ അപേക്ഷ വെച്ചത്. അപേക്ഷ ഞങ്ങൾ മെമ്പർക്ക് സമർപ്പിക്കാം. ഇതാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങള്. ഇത് കുത്തിവരച്ച് വെച്ചേക്കുവാന്നല്ലോ. കുത്തി വരച്ചേക്കല്ല, ഞങ്ങൾക്ക് എഴുത്തും വായന അറിയാത്തോണ്ട് ഈ പൊളിഞ്ഞു കിടക്കുന്ന പടം വരച്ച് വെച്ചേക്ക. മണ്ടലത്ത് 2 മരം. അത് ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞങ്ങൾ രണ്ടു നിൽക്കുന്നു. ഇങ്ങനെയൊന്നും പറ്റില്ല. അപേക്ഷ എഴുതി കൊടുക്കണം സൂതാ. എന്റെ പണി ഞങ്ങളുടെ ഒപ്പം ഉണ്ടല്ലോ അതിനകത്തേ. മെമ്പർ നീ ചായ എടുത്തോളൂ. പോ ചെല്ലേ. ചായ വേണ്ട. ആര് പറഞ്ഞു? എന്റെ വീട്ടിൽ മെമ്പർ വന്നിട്ട് ചായ വേണ്ടോ? ചായ വേണം. നല്ല അടിപൊളി ചായ എടുത്തോളൂ കേട്ടോ. ഞാൻ എടുത്ത് കൊടുത്തോളാം. എന്നാ കൊടുക്ക പോയി. എന്തോ മനുഷ്യ നിങ്ങൾക്ക്? യൂറോപ്പിനാണോ? ഓ, ഓമലക്കാരി മലയാളി. ഇതിന്റെ പെണ്ണുള്ള കാര്യമല്ല ഇതിനകത്ത്. പിന്നെ പോട്ടെ, അത് പോട്ടെ, അത് വീട്. അതല്ലേ എന്തിനാ വിളിച്ചേ? വിളിച്ചെന്താന്ന് വെച്ചാലേ, ഈ പെരക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവക്ക് ചില ചുറ്റിക്കളിയുണ്ട് ഇവിടെ. നിന്റെ പെണ്ണുമുളയ്ക്കോ? ഉണ്ടെന്ന് സത്യമായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പൊക്കണം. പൊക്കിയിട്ട് അതായത് ഇവിടെ ഫോൺ നമ്പറിൽ ഏതോ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ചായ എടുത്ത് കളഞ്ഞത്. അന്ന ചായ മധുരമില്ല, കടുപ്പമില്ല, ഒന്നുമില്ല. എന്റെ ദൈവം എന്തോ ഇനി ഞാനിപ്പോ എന്ത് ചെയ്യണം? വേറെ ചായ എടുത്തോണ്ട് പാടി. വേറെ ചായ എടുത്തിട്ടോ. ഞങ്ങളുടെ ഇവിടെ ചായ കുടിച്ചിട്ടുണ്ടോ? അത് സമ്മതിച്ചില്ലല്ലോ. സൂപ്പർ ചായ എടുത്ത് കളഞ്ഞത്. പറഞ്ഞതിന്റെ ബാക്കി പറയണ്ട മറ്റേ. എന്നിട്ട് എന്തെന്നറിയോ, ഇവക്ക് 750 പറഞ്ഞ നമ്പരുണ്ട്. അത് വരുന്നുണ്ട്. എന്റെ ഒരു ഫോൺ തരത്തില്ല. വേണ്ട ഫോൺ ഇപ്പൊ എന്റെ കച്ചടിയിലുണ്ട്. ഇതൊന്ന് ചെക്ക് ചെയ്യണം. അതിനെന്തോ നമുക്ക് വഴി? ഞാൻ നോക്കാം. അവള് നോക്കിയാ പോരെ? അവളെ അല്ലെന്ന്. അല്ല, ഫോൺ നോക്കിയാ പോരെ? അത് ഞാൻ ചെയ്യണം. ചെയ്തേ പറ്റും. അമേരിക്കയുടെ മിസൈല് മറിച്ച് കളയരുത്. ഇല്ല, മെമ്പർ കുടിക്കും. ചായ കുടിക്കും. മെമ്പർ ചായ കുടിച്ചാട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വീട്ടിലെ ഗ്രഹനാഥൻ ആരാ? എടി ചോദിക്കുന്ന കേട്ടില്ലയോ? എന്താ പൊന്നു മനുഷ്യ, നിങ്ങളല്ലേ ഇവിടുത്തെ ഗ്രഹനാഥൻ? അവള് പറഞ്ഞ കേട്ടോ. ആണോ? വന്നേ. അറ്റി സിറ്റി വാട്ടർ പിപ്പി അക്കം പിക്കം പോയിക്കോ. ഞാൻ പോയി. സുധര ഫോൺ എന്ത് ചെയ്യും? എന്റെ ഫോണ് സുനിതയുടെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട്, അയ്യ നിന്റെ ഫോട്ടോ അല്ല, പിന്നെ ബാത്റൂമിന്റെ ഫോട്ടോ എടുത്തിട്ട് പഞ്ചായത്ത് കൊടുക്കണം. എന്നാലേ പുതിയത് കിട്ടത്തുള്ളൂ. അപ്പൊ എന്റെ ഫോട്ടോ എടുക്കണം. എടുത്തോ. ആ പഴയ എല്ല് തന്നെ അല്ലയോ? ഇപ്പോഴും പഴയ എല്ല് തന്നെ. ഒരു എല്ലിന്റെ കാര്യമല്ല, ഈ ലോക്ക് പഴയ എല്ല് തന്നെ അല്ലയോ? അതും പഴയ എല്ല് തന്നെയാ. സുഖതോ? നോക്ക്, ക്ലിയർ ചെയ്യട്ടെ. ഞാൻ അങ്ങനല്ല അവിടെ ലെൻസ് ഒക്കെ പോയി കിടക്കുവോ കേട്ടോ. എന്റെയോ? അവിടെ മറ്റേ ചെക്ക് ചെയ്യാം. മറ്റേ 750. ഇതെങ്ങനെ ഉണ്ട് മെമ്പറെ? എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ടോ? അതൊന്നും ഇല്ല. 750 നമ്പരേ ഇല്ല. ഇല്ല ഇല്ല ഇല്ല. എടി മെമ്പറിന് ഒരു നാരങ്ങ കൊണ്ടുപോട്ടെ. എനിക്ക് വേണ്ട. ആര് പറഞ്ഞു വിയർത്തുന്ന? എനിക്ക് കാണാമല്ലോ. നീ പോട്ട് പാടി. മറ്റേ എടുത്തില്ലേ? അതിനകത്തൊന്നും ഇല്ല. പോ മെമ്പറെ. ഇല്ലെന്ന്. മെമ്പറിന്റെ ഫോണിൽ നിങ്ങളുടെ ഒരു കോൾ അടിച്ചേ. ചേടാ, അതൊന്നും അറിയണമല്ലോ. അടിച്ചോ? മെമ്പറിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഇല്ല. പിന്നെ ഈ ചക്കര പുന്നാരി എഴുതി വെച്ചേക്കേ. അത് അമ്മ ഇടക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്. അനത് കാണിച്ചാ? ഇവിടെ ഫോണിലാ കാണിക്കുന്നേ. 750. ഞാൻ 12 മണിക്ക് വിളിച്ചായിരുന്നു. എന്തിന്?
നിങ്ങൾ കോഴിക്ക് അപേക്ഷിച്ചില്ലായിരുന്നോ? കോഴിക്ക് അപേക്ഷിച്ച് രാത്രി 12 മണിക്ക് എന്തിനാ വിളിക്കുന്നത് അവളെ? ലോഡ് വന്നത് രാത്രി 12 മണിക്കാ. അതുകൊണ്ട് 12 മണിക്ക് വിളിക്കുവാണോ? നിങ്ങൾ സാധനം എത്തിച്ചേരണ്ടേ? രാത്രി 12 മണിക്ക് എന്തിനാ കോഴിയെ വിളിച്ച അവളെ വിളിച്ചേ? നിങ്ങൾ അങ്ങനെ സംശയിക്കാതിരിക്കുന്നേ എന്തിനാ? എന്നെ 12 മണിയായപ്പോ മെമ്പർ വിളിച്ചതാ. വിളിച്ചിട്ട് രാവിലെ എത്ര മണിയായപ്പോഴാ മൊബൈൽ വെച്ചത്? 4 മണി കണ്ടേ ലോഡ്. 4 മണി വരെ അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോഡ് വരണ്ടേ? കോഴി എന്തി? കോഴി രാഘവനോടെ കൊടുത്തില്ലേ? അപ്പൊ രാഘവന്റെ കൂടെ എന്തേ? അത് നിങ്ങൾക്ക് തന്നില്ലയോ? അപ്പൊ എന്തൊക്കെ പറയുന്നത്? ഞങ്ങൾ ഇത് എല്ലാം കൂടെ ഒരാൾക്ക് തരാൻ പറ്റുമോ? അപ്പൊ നമുക്ക് കോഴിക്കോടും കോഴി അവർക്ക് അവിടെ. അപ്പൊ മുട്ടയാർക്കാ? പഞ്ചായത്തിന്. ആടെ കിടക്കുന്നു. ഇതൊക്കെ എനിക്ക് ഒക്കാത്ത എനിക്ക് എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. എനിക്ക് എന്റെ പൊന്നെ, ഞങ്ങൾ അപേക്ഷ തന്നിട്ടില്ലയോ അങ്ങോട്ട് ഓരോ കാര്യത്തിന്? നിങ്ങൾ പശുവിന് അപേക്ഷ അത് തന്നായിരുന്നോ? ആ, അപേക്ഷ തന്നു. പഞ്ചായത്തിൽ പോയില്ലേ? എന്നിട്ട് പോയില്ലോന്ന് ചോദിച്ചാ പോയി, പോയോന്ന് ചോദിച്ചാ പോയില്ല. പ്രസിഡന്റിനെ കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാ കണ്ടു, ഇല്ലയോന്ന് ചോദിച്ചാ ഇല്ല. എന്റെ പൊന്നെ, നിങ്ങൾ എന്തോ പറയാ? എന്തോ കാര്യം? എന്തോ മെമ്പർ നിങ്ങൾ അപേക്ഷ കൊടുത്തായിരുന്നു പഞ്ചായത്തിൽ പോയിട്ട്? അപേക്ഷ കൊടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തു, കൊടുത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തില്ല. എന്തോ ഈ പറയുന്നത് എനിക്കറിയാം. എന്താ പറഞ്ഞെന്ന് ചോദിച്ചാ പറഞ്ഞു, ഇല്ലയോന്ന് ചോദിച്ചാ ഇല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, മെമ്പർ ഇതിനകത്ത് ഇടപെട്ടായിരുന്നോ? ഇടപെട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടപെട്ടില്ലോ ചോദിച്ചാൽ ഇടപെട്ടില്ല. സമാധാനമായല്ലോ. അടിച്ചപ്പോ സമാധാനമായല്ലോ. എനിക്ക് നിനക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ തന്നിനടുത്തേക്ക് കെഞ്ചി ഞാൻ എന്നെ കുറിച്ച് കാണല്ലേ എന്റെ പൊന്നെ. അങ്ങനെയുള്ള ഞങ്ങളെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കില്ല. കക്കൂസിന്റെ കാര്യത്തില് കക്കൂസ് ചെയ്യാൻ ഒഴിഞ്ഞു മാറാതെ കാര്യം പറയൂ. ചെയ്യാന്ന് പറഞ്ഞില്ല ഞാൻ. ചെയ്യാന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. നിങ്ങൾ അത് ചെയ്തില്ല, ഞാനിപ്പോ കെട്ടിച്ചാടും. ഞാനെടുത്ത് ചാടും. എനിക്കൊന്നും നോക്കാം. ഞാനെടുത്ത് ചാടുമെന്ന് പറഞ്ഞു. ഞാൻ ചാടുമെന്ന് പറഞ്ഞു. ഞാൻ ജയിച്ച മനസ്സിലാക്കി ഞാൻ നിന്ന് ചാടും. കെട്ടിയ എടുത്ത് കെണ്ടി ചാടി എന്നിട്ടും തല ചീപ്പിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടൊന്ന് മെമ്പർ പോയി അവിടെ നിൽക്കേ, പോയി നോക്കട്ടെ. ചാടിയില്ലേ? ചാടി. കഴിഞ്ഞ 5 വർഷം മുമ്പ് കിണറിനെ ചുറ്റി കെട്ടാൻ നല്ല പൈസ തന്നുള്ളൂ. ഇത് കുഴിക്കാൻ പൈസ കിട്ടിയോ? അത് കുഴിക്കാൻ ഞാൻ രഘുവിന് കൊടുത്തില്ലയോ? രഘുവിന്റെ ചുറ്റന്തി അത് നിങ്ങൾക്ക് തന്നില്ലയോ? അപ്പൊ ഞങ്ങളുടെ കുഴി എല്ലാം കൂടെ ഒരാൾക്ക് തരാൻ പറ്റുമോ? കണ്ടോ, ഇത് ആ മെമ്പറിന്റെ പരിപാടി. മെമ്പറെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇത് ശരിയാകത്തില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ റെഡിയാക്കി തരാം. ഒരു അപേക്ഷ കൊടുത്താൽ മതി, റെഡിയാക്കി തരാം. നിങ്ങൾ ആരും തമ്മിൽ അടിക്കാതെ വഴക്കുണ്ടാക്കാതെ ഞാൻ പറയട്ടെ, ഇവിടെ ആങ്ങളെ ഉണ്ടല്ലോ, അവൻ ഇത്രയും നാശം ഈ വീട്ടിലുണ്ടാക്കി വെച്ചേക്കുന്നു. എന്റെ ആങ്ങളെ എന്തോ നാശം ഉണ്ടാക്കി? നിന്നാങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. നിന്നാങ്ങളെ എന്റെ ആങ്ങളെ എന്തോ ശല്യം ചെയ്തു ഇവിടെ? എന്നോട് ഒരു ശല്യം അടി. എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയാലോ. എന്റെ ആങ്ങള ഇവര് ഇല്ലാത്ത സമയത്ത് എന്റെ ആങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ പല കാര്യങ്ങൾക്കും. പണിയില്ല, ഞാൻ പണിക്ക് പോകത്തില്ല. സഹായിട്ട് നിപ്പില്ലേ? ആര് പറഞ്ഞു? മെമ്പർ പറയുമ്പോലല്ല, ഞാൻ പറയാലോ. ഞാൻ പറയട്ടെ, ഇവിടെ ആങ്ങളെ ഇവിടെ വന്ന് പണി ഇവിടെ ചെയ്തു വെച്ചു. അത് നീ താരനുണ്ട് സുനിതേ. താരനുണ്ടോ? എന്നിട്ട് എടി നിന്നാങ്ങളെ ഇവിടെ വന്ന് കാലി അടിക്കാം, മടി കിടക്കാവോ? നിങ്ങൾ നിർത്തുന്ന എന്തിനാ? നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോ എന്തിനാ നിർത്തുന്നത്? ഞാൻ ഈ ചോദിച്ചതാണല്ല. ഞാൻ പറയാം, ഇപ്പൊ ഇവള് ഇവിടെ ആങ്ങളെ ഇവിടെ വന്ന് ഇതിപ്പോ ഇത്ര പ്രശ്നം ഉണ്ടാക്കി. അങ്ങനല്ലയോ? അങ്ങനെയൊക്കെയാ. എന്നിട്ട് ഇവള് ആങ്ങളെ വന്ന ഈ പരിപാടി ഇത്ര എന്റെ ഈ കക്കൂസ് ഇത്ര നാശമാക്കി വെച്ചത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം പോയിട്ട് പിന്നെ വന്ന് പറ. പിന്നെ വരാം. ഒരു കാര്യം ഉണ്ണയ്ക്ക് മനസ്സിലായി. ഞാൻ ഇപ്പഴാ ചിന്തിച്ചു. ഇത് കൊള്ളലോടാ. ആങ്ങളുടെ കുറ്റം എന്തോ നിങ്ങൾ പറയുന്നത്? ഇവളേതാന്നറിയോ? ഇവളെ ഓമന്റുക്കരിയ. ഞാൻ അവിടെ തടിമുറിക്കേക്ക് പോയ പണിക്ക്. ഇവളിവിടെ വീട്ടിൽ നിന്ന് വിറക് വറക്കാൻ വന്നു. ഈ കൈക്കമ്പ് എല്ലാം വാരിക്കണം കട്ടോണ്ട് പോയി. ഇത് ചോദിക്കാൻ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് പിന്നെ അവൾ എന്നെ വിട്ടില്ല. സത്യമായിട്ട് ഇവക്ക് താഴെ 6 പുഴയാണോ? പുഴയല്ലെന്ന് 6 പെണ്ണുങ്ങളാ. പിന്നെ 6 പേരും ഇവളെ കൂടെ കുട്ടി 7 ആയോ? 7 പേരും പട്ടിണിയാ. സത്യമായിട്ടും പിറ്റേ ദിവസം മുതൽ 8 പേര് പട്ടിണിയാ. 8 വരെ ഞാൻ ചെന്ന് കയറി കൊടുത്തില്ലയോ? 6 ഇട്ടിട്ടോ എന്റെ പൊന്നെ. അതങ്ങ് പോട്ടെ മെമ്പറെ, ഒന്നുമില്ലാത്ത പാവങ്ങള്. നിനക്കോ? എനിക്ക് നേരത്തെ ഒന്നും ഇല്ലല്ലോ. ആരുടെ പറഞ്ഞു മനസ്സിലാക്കി? മെമ്പർ അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന മെമ്പറെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ആര് പൊളിച്ചിട്ടാ നിങ്ങൾ പറയുന്നത്? ഇതാര് വിളിച്ചിട്ടാന്ന് ചോദിച്ചാല് ഇച്ചിരി പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. ഇവിടെ ആങ്ങളെ കൂടെ ചെയ്തൊരു പരിപാടി ചെയ്തു. സത്യം ഞാൻ ഇപ്പൊ വിളിച്ചു. ഞാൻ വിളിച്ചു പറയും. എന്റെ ആങ്ങളെ ചെയ്തത് വെച്ചാൽ ഞാൻ തുറന്നു. എന്തിനാ ചെയ്തിട്ട് നിങ്ങളിത്? ഈ പുള്ളിക്കാരൻ പറഞ്ഞു, എന്റെ ആങ്ങളോട് പറഞ്ഞു, പിന്നെ ഇതുപോലെ ഹൈടെക് ബാത്റൂം കിട്ടുന്നുണ്ട് കക്കൂസ്. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് അത് കിട്ടണം. അന്ന് ഇന്നലെ രാത്രി ഇരുന്നോണ്ട് അവനെ ഈ കുന്തം പണിയിപ്പിച്ച് എല്ലാം റെഡിയാക്കി ഞാനൂടെ കൂടി തല്ലി പൊളിച്ച് കളഞ്ഞു. ആള് കൊള്ളാല്ല. ആ
ഞാനും പറഞ്ഞു. ഞാൻ പഞ്ചായത്ത് മൊത്തം പറയും, നാട്ടിൽ മൊത്തം നീ പറയും. പറഞ്ഞില്ല പറയും. എന്നാ നിനക്ക് തന്നെ രണ്ടോ എനിക്ക് വലിക്കും. ഞാൻ ഇത് പറയും, നോക്ക്. ആ എന്നാ നീ തോക്കുകയും ചെയ്യടാ. നീ എന്നാ തോക്കുകയും ചെയ്യും. കയ്യിലിരുന്ന കക്കൂസും പൊളിച്ച് കളഞ്ഞ എന്തൊരു ആവശ്യം വന്നാ എന്നാ ഞാനങ്ങ് വിടുവാതരം പറയും. വിടുവാതരം പറഞ്ഞു ഇനിയിപ്പോ എന്താ ചെയ്യുവടി? ഞാനൊരു കാര്യം പറയട്ടെ, ആ. ഇങ്ങോട്ട് വാ. ആ പറ. എവിടെ ചിന്തിക്കുന്നോ അവിടാണ് ശൗചാലയം. ആണോ? ആ അങ്ങനെ ഞാനൊരു കാര്യം പറട്ടെ, എനിക്ക് ചിന്തിക്കാൻ പറ്റും. പൊക്കോളെ.